ട്രിപ്പ് പോകാൻ പോവാണ്. എവിടേക്ക് പോണേന്നും പ്ലാൻ. ഗൈസ് നമ്മൾ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പെട്ടെന്ന് ഒരു ക്വിക്ക് ഡിസിഷനിൽ നമ്മൾ ഇന്ന് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത്. കാലത്തിന് എൻ്റെ ഇപ്പോൾ നമുക്ക് ട്രിപ്പ് പോകാൻ വെച്ചാൽ ലോങ് വീക്കെൻഡ് ആണ്. ഇവിടെ 3 ദിവസം അവധിയാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് എല്ലാവരും റെഡിയാണ്. ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്തു, 12 സീറ്റർ ബുക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ട്രിപ്പ് പോവാം. നമ്മൾ പോകുന്ന സ്ഥലം ജൂരിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രിപ്പിലെ വിശേഷങ്ങളായി വണ്ടിയിൽ കാണാം. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മളെല്ലാവരും പോകുന്നത്. നമ്മളൊരു 10 പേര് കൂടി ഒരുമിച്ച് പോകാന്നുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ ഇത്രയും വലിയ വണ്ടി എടുത്തത്. അപ്പോൾ നമുക്കിനി വണ്ടി എങ്ങനെയുണ്ടെന്ന് നോക്കാം. നാട്ടിലെ പോലെ നമുക്ക് വണ്ടി റെന്റിന് എടുക്കാം, പക്ഷേ ഡ്രൈവർ ഉണ്ടാവില്ല. ഇവരെല്ലാവരും കൂടി മാറി മാറി ഓടിക്കാന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കാണാം, ഓട്ടോമാറ്റിക് ഡോറൊക്കെ ഉണ്ട്. ഉള്ളിൽ കയറി നോക്കിയപ്പോൾ നല്ല സ്പേഷ്യസ് ആണ്. മുകളിലൊരു ഗ്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഉച്ചയായപ്പോൾ കുറച്ച് വെയിലടിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നതുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വണ്ടി എടുത്ത് നേരെ എല്ലാവരും പിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഇവനായിരുന്നു ഇന്നത്തെ ഡ്രൈവർ. പക്ഷേ മാറി മാറിയിട്ടാണ് എല്ലാവരും ഓടിച്ചേട്ടോ. അവിടെ വെയിറ്റ് ചെയ്ത് കൊറേ സാധനങ്ങൾ എടുത്തിട്ട് കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യാനും ഒക്കെ വേണ്ടുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. രണ്ടുപേരും എത്തിയിരിക്കുന്നു. പെട്രോൾ അടിക്കാൻ കോസ്കോയിലാണ്. ഇവിടെ പുറം രാജ്യത്ത് കോസ്കോയിലാണ് സാധാരണ പെട്രോൾ അടിക്കാൻ ഇത്തിരി കൂടി ലാഭം. ഇത്തിരി കൂടി പ്രീമിയം ആയിട്ടുള്ള ഡീസൽ കിട്ടും ഇവിടെ. അതുകൊണ്ടാണ് നമ്മൾ കോസ്കോയിൽ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പെട്രോൾ അടിച്ചു. പെട്രോൾ കോസ്കോന്നാണ് അടിച്ചത്. നമുക്ക് ആകെ $37 ബില്ല് വന്നിട്ടുള്ളൂ. ഫുൾ ടാങ്ക് ആയിരിക്കുന്നു. ഓൾറെഡി ഫുള്ളായിരുന്നു, അത് കാരണമാണ്. അപ്പോൾ കോസ്കോയിൽ പെട്രോൾ അടിക്കാനൊന്നുമില്ല. കോസ്കോയിൽ മെമ്പർഷിപ്പിൻ്റെ ഒരു കാർഡ് വേണം. കാർഡ് വെച്ചിട്ട് ആദ്യം പൈസ കയറ്റി കഴിഞ്ഞാൽ പെട്രോൾ അടിക്കുക. എത്ര ഫുൾ ആവണം അത് കട്ടാവും, അല്ലെങ്കിൽ എത്ര കട്ടാവുന്ന അത്ര കട്ടാവും. കാർഡിന്റെ ഓണർ നമ്മുടെ എഡ്വിൻ സ്പോൺസർഷിപ്പ് ചെയ്തിരിക്കുന്ന പെട്രോൾ. നമുക്ക് ഇന്നത്തെ ട്രിപ്പിന്റെ ഫ്യൂൽ സ്പോൺസർഷിപ്പ് എഡ്വിൻ. അവസാനത്തെ ആൾക്കാരെ പിക്ക് ചെയ്യാനുള്ള സ്ഥലം എത്തിയിരിക്കുന്നു. നമ്മള് ഒരു സ്കൂൾ കിഡിനെ 2 സ്കൂൾ കിഡ്സിനെ പിക്ക് ചെയ്യാനായിട്ട് അടുത്ത സ്റ്റോപ്പിൽ ഇപ്പൊ നിർത്തുന്നതാണ്. ഏകദേശം എത്താറായി. അങ്ങനെ നമ്മള് അടുത്ത സ്റ്റോപ്പിലെത്തി. ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഇതാണ് ഇവരുടെ വീട്. ഇവിടെ നമുക്ക് പുതിയ ഫ്രിഡ്ജ്, 2 ഫ്രിഡ്ജ്. റിച്ച് ലൈഫ് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. എല്ലാരും കയറി, വണ്ടി ഫുള്ളായി. നമ്മളങ്ങനെ എല്ലാരും കൂടിയിട്ട് യാത്ര പോവുകയാണ്. ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ. ഇത് ഒരു കുരിശ് പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ സാധനങ്ങൾ അതിന്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. എവിടെയാണോ കുഴിച്ചിട്ടുണ്ടാവുക? ഇവിടെ മരിച്ച സ്ഥലമായിരിക്കും. മരിച്ച സ്ഥലത്ത് ഒരു കുരിശ് വെക്കും. അയ്യോ, നല്ല പ്രായമുള്ള അമ്മയാണ്. അല്ല, ഇവിടെ വെറുതെ ഓർമ്മയ്ക്ക് ഇവിടെ വന്നപ്പോ മരിച്ചു പോയതായിരിക്കും. പ്രായമുള്ള അല്ലാണ്ട് വെറുതെ ഇവിടെ വന്നിട്ടില്ല. ഇവിടെ എത്തിയപ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പായി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീമും ചിപ്സും വാങ്ങി. വെറൈറ്റി ഓപ്ഷൻസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആക്ച്വലി. അതാണ് നമ്മൾ അത് വാങ്ങി പോകുന്നത്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് പിനാക്കിൾ ഡെസേർട്ടിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെസേർട്ടിൽ നല്ല ഹൈറ്റിലുള്ള കല്ലുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ആക്ച്വലി ഇത് ലൈം സ്റ്റോൺസ് ആണ്. 25,000 to 30,000 ഇയേഴ്സ് ബിഫോർ ഇതൊരു കടലായിരുന്നു. പിന്നെ ആ കടൽ ഉൾവലിഞ്ഞിട്ട് സീഷെൽസിന്റെ ഡെപ്പോസിറ്റ്സ് ഒക്കെ വന്നിട്ടാണ് ഈ ഒരു സംഭവം രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പുറത്തെ എല്ലിയൊക്കെ ഇത് വിഷമുള്ള സ്പൈഡർ. കടിച്ചു രുദ്രാക്ഷല്ലേ നാട്ടിലെ? ഇത് രുദ്രാക്ഷാണ്. ക്വാണ്ടോങ് സീഡ്സ്. പിനാക്കിൾ ഡെസേർട്ട്. ഇവിടെ കാലകാലങ്ങളായി ഈ ഡെസേർട്ടിൽ കല്ലുകൾ മുളച്ചിട്ടുണ്ടായിരുന്ന കുറെ കല്ലുകളാണ്. നമുക്ക് എന്തായാലും നേരിട്ട് എന്തോ
ഡെസേർട്ടിന് നടുക്ക് കല്ലുകൾ, അത് നമ്മൾ കാണും. ഇതാണ് ഗൈസ് സ്ഥലം. അറ്റത്ത് കാണുന്നുണ്ടോ? കണ്ടാ? അങ്ങനെ നമ്മുടെ കല്ല് കണ്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഒരു വെറൈറ്റി കല്ല് തന്നെ. ഈ ഒരു അനുഭവം ഇവിടെ വന്നാലും അത് കാണാൻ പറ്റില്ല. അപ്പോൾ ആ കല്ലൊക്കെ കണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാം. അടുത്തത് നമ്മൾ ജൂറിയൻ ബേയിൽ പോവാണ്. അതൊരു ബീച്ചാണ്. നമുക്ക് എന്തായാലും അവിടെ കാണാം. എന്താണ് ചേട്ടാ നമ്മളെ വണ്ടിക്കൊണ്ട് എന്ത് ചെയ്യും? ഒന്ന് ഇറക്കി. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി ഗൈസ്. ഇതാണ് ജൂറിയൻ ബേ. കണ്ടില്ലേ? അതിമനോഹരമല്ലാത്തൊരു ബീച്ച്. ഗെയിമൊക്കെ കളിച്ചു തുടങ്ങി. നമ്മളിവിടുന്ന് ബോളും ബാറ്റും ക്രിക്കറ്റ് ബാറ്റും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ബോൾ കളിക്കപ്പോൾ അവിടെ നമ്മൾ അവിടെ നിന്നും ഇറങ്ങി ഗൈസ്. അപ്പം നമ്മൾ അങ്ങനെ ബീച്ചിൽ നിന്നും ഇറങ്ങി. ബായ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങി. ഇനി നെക്സ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിക്കാൻ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ പ്ലാൻ ചെയ്യും നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ നമ്മൾ പോകും. ചിലപ്പോൾ ഇന്ന് പോകും, ചിലപ്പോൾ നാളെ പോകും, ചിലപ്പോൾ ഇപ്പം തന്നെ പോകും. അറിയില്ല, നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഓക്കെ ബായ്. നമുക്ക് ഫുഡ് ഇവിടെയാണ് നമ്മൾ കഴിക്കാൻ വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങള് അടുത്തൊരു ലൊക്കേഷൻ മാറ്റി പിടിച്ചു. കാരണം ആദ്യം പോയ റെസ്റ്റോറൻറ്റ് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. നമ്മൾ തീരുമാനിച്ചു കുറച്ചും കൂടിയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത്. ഇവിടെ ജൂറിയൻ ബേയിൽ തന്നെ ബാർ ആൻഡ് ബിസ്ട്രോ, സ്പോർട്സ് ബാർ ബിസ്ട്രോ അല്ല, ജൂറിയൻ ബേ ബീച്ച് കഫേ, അവിടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഫൈനലായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഫുഡ് കഴിക്കണ സ്പോട്ട്. ഇവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എവിടേക്ക് പോയില്ല, ഇവിടെ നിന്ന് തന്നെ കഴിക്കും. എല്ലാ ഫുഡിലും ഞാൻ സംഭവം കാണിച്ചു കൊടുത്തപ്പോൾ ഫ്രഷ് നിങ്ങളെ കട്ടിങ് കാട്ടിയിട്ടില്ല. അങ്ങനെ അവസാനം നമ്മൾ ലാൻസിലെത്തി. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകാശത്തേക്ക് നോക്കിയാൽ നല്ല ഒരു സ്റ്റാർ ഗേസിങ് കാണാൻ പറ്റും. ഇത് നമ്മളെടുത്ത ഫോട്ടോ ആണ് കേട്ടോ. ഇത്രയും നല്ല, അതിന് നല്ല ബ്യൂട്ടിഫുൾ ആണ്, നമുക്ക് നേരിട്ട് കാണാം. അങ്ങനെ അവിടുന്ന് നമ്മളൊരു ചായയൊക്കെ ഇട്ട്, നല്ല തണുപ്പാണ്, അപ്പോൾ ചൂടിൻ്റെ ഒരു ചായയൊക്കെ കുടിച്ച
പിന്നെ എല്ലാവരും പാട്ടും ഡാൻസും കഴിഞ്ഞ് ഉറങ്ങി. കണ്ണു തുറന്നപ്പോൾ എത്തിയത് ദേ നമ്മുടെ വീടിൻ്റെ മുന്നിലാണ്. വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 1 മണിയായിട്ടുണ്ടായിരുന്നു. നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഇറക്കി വെച്ച് നേരെ വണ്ടി ക്ലീൻ ചെയ്തു. നമുക്ക് നാളെ രാവിലെ തന്നെ വണ്ടി തിരിച്ചു കൊടുക്കണമായിരുന്നു. അപ്പോൾ വണ്ടിയൊക്കെ നന്നായി ക്ലീൻ ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.